ഇന്ന് നമുക്ക് വാനില സ്പഞ്ച് കേക്ക് റെസിപ്പി നോക്കാം. സ്പഞ്ച് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് ആയിരിക്കണം. അതിനാണ് നമ്മൾ സ്പഞ്ച് കേക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫ്രഷ് ക്രീം കേക്ക് ആവട്ടെ, പിന്നെ ബട്ടർ ഫ്രോസ്റ്റിംഗ് ആവട്ടെ, ഏതും ആവട്ടെ, നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴിങ്ങനെ ആ ഒരു സോഫ്റ്റ് വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് മെൽറ്റായി പോകുന്ന ആ ഒരു തരത്തിലുള്ള സ്പഞ്ച് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ അത്ര ഡിഫിക്കൽട്ട് അല്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കേക്ക് കുറച്ച് ഹാർഡ് ആവാനും അത്രയൊരു സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആവാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനെ സ്പഞ്ചി ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 4 മുട്ട, 4 എഗ്സ്. എഗ്ഗിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചർ, അതായത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു തണുപ്പൊന്നും ഇല്ലാണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ചൂടിലോട്ടേക്ക് എത്തിയിരിക്കുന്ന മുട്ടകളായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത മുട്ടയാണെങ്കിൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ് വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പതഞ്ഞ് പൊങ്ങി വരാൻ, നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പൊങ്ങി വരാൻ ചാൻസസ് കുറവാണ്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്, പക്ഷെ നമുക്ക് അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ശരിയായിട്ട് വരില്ല. ഇതൊരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം ബൈ ചാൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കണം, പക്ഷെ നിങ്ങളുടെ എഗ്ഗ് ഫ്രിഡ്ജിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ്ഗിന് കുറച്ച് വാം വാട്ടറിൽ, കുറച്ച് ചൂടായ വെള്ളത്തിൽ ഒരു 5 to 10 minutes ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലോട്ടേക്ക് നമുക്ക് കിട്ടും. ഫ്രിഡ്ജിൽ നിന്ന് ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് മാറാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 എഗ്ഗ് വേണം. ബൗളെടുക്കുക. എഗ്ഗിൻ്റെ യെല്ലോ നമ്മൾ സെപ്പറേറ്റ് മാറ്റാം, വൈറ്റ് മാത്രം അടിക്കുക. ഇത് കുറച്ച് പാടാണ്, എന്നാലും വിൽ ട്രൈ. ഓക്കെ, യെല്ലോനെ മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ ഈ എഗ് വൈറ്റ്സ് നമ്മൾ എത്രത്തോളം ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുന്നോ അത് ആ ഒരു ഇതിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക് നല്ല രീതിയിൽ റൈസ് ആയിട്ട് ഉള്ളിൽ നല്ല ആ ഒരു സ്പഞ്ചി ആയിട്ട് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എഗ് വൈറ്റ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എഗ് വൈറ്റ്സും എഗ് യെല്ലോയും സെപ്പറേറ്റ് ആക്കിയത്. എഗ് വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീനും കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം അത് ഓഫ് കോഴ്സ് നല്ല എയർ ആയിട്ട് പൊങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ എഗ് യോക്സ് എന്ന് പറഞ്ഞാൽ അത് ഫാറ്റാണ്, പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും അതൊരു ഫാറ്റ് കണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു എഗ് വൈറ്റിന് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എഗ് യോക്കും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പം ആ ഫാറ്റ് ഹെൽപ്പ് ചെയ്തെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും നമ്മൾ സെപ്പറേറ്റ് ആക്കിയത്. ആദ്യം നമ്മൾ എഗ് വൈറ്റ് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു പീക്ക് ലെവൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമുക്ക് എഗ് യോക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഷുഗർ ഞാനിവിടെ 100 grams പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലിടണ്ട, വളരെ കുറച്ചായിട്ട് ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഹാഫ് ഇപ്പം ഇടാം, നെക്സ്റ്റ് ഹാഫ് അടുത്തത്. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ എഗ് യോക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ക്രീം പോലെ ആയില്ലേ. നെക്സ്റ്റ് 100 grams മൈദ, അതിൻ്റെ കൂടെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം മൈദയും ബേക്കിംഗ് പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് സോഡയുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂട്രലാണ്, അല്ലെങ്കിൽ അതൊരു ബേസാണ്. അപ്പോൾ അതിനൊരു റിയാക്ഷൻ കൊടുക്കണമെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സിട്രിക് ആയിട്ടുള്ളൊരു കണ്ടന്റ് വെച്ചിട്ടുണ്ടാകും. ഒന്നെങ്കിൽ വിനാഗിരി, അല്ലെങ്കിൽ നാരങ്ങ നീര്, അല്ലെങ്കിൽ തൈര്, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, അതായത് നമ്മുടെ മോരില്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കാര്യമുള്ളൂ. എന്നാൽ അത് കേക്ക് റൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എഗ് വൈറ്റ് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തന്നെ ഹെൽപ്പ് ചെയ്തോളും കേക്ക് റൈസ് ആയി വരാനായിട്ട്.
ബേക്കിംഗ് സോഡ നമ്മളിപ്പോൾ എല്ലാ കേക്കിലും ഇടണം എന്നുള്ള ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. ബേക്കിംഗ് സോഡ നമുക്ക് എവിടെ യൂസ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഗ്ലെസ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും അടുത്തേക്ക് ഒന്നെങ്കിൽ തൈരോ അല്ലെങ്കിൽ വിനാഗിരോ അല്ലെങ്കിൽ ബട്ടർ മിൽക്കോ എന്തെങ്കിലും ഒന്ന് ഒഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അത് എന്തായാലും റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കേക്കിൽ ബേക്കിംഗ് പൗഡർ ആൻഡ് മൈദ മാത്രം മതി. 1 സ്പൂൺ വാനില എസൻസ്, മൈദ മിക്സ് ഇട്ട് കൊടുക്കാം. ഹാഫ് ബാച്ചായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ്, കട്ട് ആൻഡ് ഫോൾഡ്. ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക, കട്ട് ചെയ്യുക. ഇത് നല്ല രസം ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി. നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മുന്നേ നമ്മൾ കേക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിന് മുന്നേ തന്നെ നിങ്ങൾ ഓവൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കി പിന്നെ പ്രീ ഹീറ്റ് ചെയ്യാനൊക്കെ വയ്ക്കുമ്പോഴത്തേനും കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആവില്ല. എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്ക് നമ്മളെപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ ഓണാക്കി വെച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ ബാറ്റർ റെഡി. ഓക്കെ, നമ്മുടെ ബാറ്റർ റെഡി. ഇനി ഞാൻ ടിന്നിനെ കുറിച്ചുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ടിന്ന് സെലക്ട് ചെയ്യുമ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 1 kg കേക്കിൻ്റെ ഒരു ടിന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 8 ഇഞ്ചും പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 to 2.5 എങ്കിലും ഹൈറ്റ് വേണം. അതിനൊരു 1/2 kg കേക്കാണെങ്കിൽ ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 അല്ലെങ്കിൽ 6 എങ്കിലും വേണം. ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഒരു 2 to 2.5 ഹൈറ്റ് എങ്കിലും വേണം. ഇഞ്ചാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയില്ല, നമ്മളിപ്പോൾ ഒരു 1/2 kg കേക്ക് എടുത്തിട്ട് 1 kg കേക്കിനെ ടിന്നിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് നമുക്ക് കിട്ടില്ല. അത് അങ്ങനെ സ്പ്രെഡായിട്ട് അതിൻ്റെ വിഡ്ത്ത് കൂടിയിട്ട് ഹൈറ്റ് കുറയും. അപ്പോൾ നമുക്ക് കേക്ക് മേക്കിങ്ങിൽ ടിൻ്റെ കാര്യം കൂടെ കുറച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ബാറ്റർ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ടിന്നിലോട്ടേക്ക് ഇടാം. ഒത്തിരി നേരം ബാറ്റർ അങ്ങനെ വെച്ചിരിക്കരുത്. ഓക്കെ, നമുക്കിനിത് ഒരു 170 ഡിഗ്രി സെൽഷ്യസിന് ഒരു 30-35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞു. 35 മിനിറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ കേക്ക് ബേക്കായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സാധനം കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആണെങ്കിൽ കുക്കായെന്ന് അർത്ഥം. സോ ഇനി നമ്മളിത് കുറച്ച് നേരം തണുപ്പിക്കുക. ചൂടോളം നമ്മൾ ഡീമോൾഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം.